ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടിപൊളിയായിട്ട് ഇന്നൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. അരി കുതിർത്തിയാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഈസിയാണ്. അതിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഒരു 2 കപ്പ് പച്ചരിയാണ്. തലേദിവസം വൈകുന്നേരം നമുക്കത് വെള്ളത്തിൽ കുതിരാനിടണം. ഇപ്പോൾ 2 കപ്പ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്, തലേദിവസം വൈകുന്നേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി അത് നല്ല വെള്ളത്തിൽ നമുക്ക് കുതിരാൻ വയ്ക്കാം. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അത് കാണുന്നത്. അപ്പോൾ ഇത് നല്ലോണം നമ്മുടെ അരി നല്ലോണം കുതിർന്നിട്ടുണ്ട്. നമുക്ക് ഈ അരിനെ നല്ല രീതിയിൽ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. വളരെ ഈസിയാണിത്. തലേദിവസം അരി കുതിർത്തണമെന്ന് മാത്രം. ഇതിൽ നമുക്ക് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതായത് ഇതിലേക്ക് ഈ എടുത്ത കപ്പിൽ തന്നെ സെയിം അളവിൽ 2 കപ്പ് ചോറ്, തലേദിവസത്തെ ചോറാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ സെയിം കപ്പ് നാളികേരം, ചിരകിയ നാളികേരം ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 2 കപ്പ് തന്നെ, ഒക്കെ സെയിമാണ്. പച്ചരി 2 കപ്പ്, ചോറ് 2 കപ്പ്, നാളികേരം 2 കപ്പ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ, അതായത് ടേബിൾ സ്പൂണാണ് പഞ്ചസാരയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മധുരം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 1 ടീസ്പൂൺ, അതായത് 5 ml ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നല്ല ചൂടുവെള്ളമാണ്. അത് നമുക്ക് ഇത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. നല്ല ചൂടുവെള്ളം തന്നെ വേണം കേട്ടോ, എന്നാലാണ് പെട്ടെന്ന് അത് പൊന്തി കിട്ടുള്ളൂ. അങ്ങനെ നമുക്കിത് ചൂടുവെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണിത്. നമുക്കൊരു 15 മിനിറ്റ് കഷ്ടി മതിയാവും ഇതൊന്ന് പൊന്തി വരാനായിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഈസ്റ്റിൻ്റെ മണം ഒട്ടും ഉണ്ടാവില്ല. സാധാരണ നമ്മൾ വീട്ടിൽ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു ഈസ്റ്റിൻ്റെ മണം ഉണ്ടാവും. ഇത് 15 മിനിറ്റ് നമ്മൾ വെച്ചു, 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ 15 മിനിറ്റ് ആവണേക്കാൾ മുന്നേ തന്നെ അത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. കണ്ടാൽ നോക്കിയേ, ഇതിൻ്റെ ആ ഒരു മാവിൻ്റെ ആ ഒരിത് നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഞാനിത് വെള്ളയപ്പം മാത്രമല്ല വട്ടയപ്പം കൂടി ഉണ്ടാക്കി നോക്കി. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വട്ടയപ്പം കൂടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഇത് കുറച്ച് കട്ടി വേണമെന്ന് തോന്നുന്നു വട്ടയപ്പത്തിന്. പക്ഷേ ഇത് നമ്മൾ വെള്ളയപ്പത്തിൻ്റെ മാവാണ്. പക്ഷേ ഞാൻ വട്ടയപ്പം കൂടി ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വട്ടയപ്പം കൂടി ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് രണ്ടും ഇതിൽ ഈ മാവ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. വട്ടയപ്പം ഉണ്ടാക്കാം, വെള്ളയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വട്ടയപ്പത്തിനുള്ള മാവും ഒഴിച്ച് ആവിമ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളയപ്പത്തിൻ്റെ മാവാണ്. അപ്പോൾ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. പിന്നെ വെള്ളയപ്പത്തിൻ്റെ മാവ് 2 തവി വീതിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന്. ഇപ്പോൾ രാത്രിയിൽ നമുക്ക് ആ ഒരു അരി മാത്രമേ കുതിർത്തേണ്ട ആവശ്യമുള്ളൂ. ബാക്കി ഒക്കെ പിറ്റേ ദിവസം നമുക്ക് നേരം എടുത്തിട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു സെക്കൻഡ് അടച്ചു വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കണ്ടില്ലേ വെള്ളയപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങണ സെയിം വെള്ളയപ്പം. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ ഞാൻ ഗോതമ്പ് കൊണ്ടുള്ളൊരു വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കാണണം. കണ്ടില്ലേ വട്ടയപ്പം നോക്കിയേ, വട്ടയപ്പം വളരെ കനം കുറഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. കുറച്ചും കൂടി കട്ടിയിൽ വീത്തണം, എന്നാലാണ് അത് വട്ടയപ്പത്തിൻ്റെ ഒരു ഇത് വരുള്ളൂ. പക്ഷേ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയാലും പ്രശ്നമൊന്നും വന്നിട്ടില്ല. പക്ഷെ നല്ല സോഫ്റ്റായിരുന്നു. എല്ലാവർക്കും അത് നല്ലോണം ഇഷ്ടമായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വെള്ളയപ്പവും അടിപൊളിയായിട്ടുണ്ട്. ഈസ്റ്റിൻ്റെ മണം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം. ഓക്കെ, ബൈ.